ാനായിട്ട് തുടങ്ങാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ള ഒരു ആലോചന പങ്കുവയ്ക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അത് വ്യക്തിപരമായിട്ടാണെങ്കിലും സഭയായിട്ടാണെങ്കിലും നാം വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത അത്യാവശ്യമായിട്ട് നാം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അത് ഗൗരവത്തോടെ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കതിൻ്റെ പ്രാരംഭമായിട്ട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ വാക്യം വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 42. അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിന് മുമ്പിലെ വാക്യം വായിച്ചാൽ, പത്രോസിന്റെ പ്രസംഗം കേട്ടവരിൽ രക്ഷിക്കപ്പെട്ട 3000-ഓളം പേരോളം സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. നമ്മളതിന് വേറൊരു വാക്ക് കൊടുത്താൽ രക്ഷ, സ്നാനം, വേർപാട്, സാൽവേഷൻ, ബാപ്റ്റിസം ആൻഡ് സെപ്പറേഷൻ, അങ്ങനെ ചേരുന്നതിനാണ് സഭ കൂടിവരവ് എന്ന് പറയുന്നത്. ആ സഭാ കൂടിവരവിൽ 4 സഭായോഗങ്ങൾ കുറഞ്ഞ പക്ഷം ഉണ്ടായിരിക്കണം. 4 സഭായോഗങ്ങൾ, അസംബ്ലി ഗ്യാതറിംഗ്. അതാണ് നമ്മൾ വായിച്ചത്. 1, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. 2, കൂട്ടായ്മ ആചരിച്ചു. 3, അപ്പം നുറുക്കി. 4, പ്രാർത്ഥന കഴിച്ചു. ഈ 4 കാര്യങ്ങൾ സഭായോഗങ്ങളാണ്. ആ സഭായോഗങ്ങൾ തുടർമാനമായിട്ട് ചെയ്തു വരുന്നതാണ് നമുക്കറിയാം. അത് തുടർമാനമായി ചെയ്യണം. സാധാരണ നമ്മുടെ കൂടിവരവുകളിൽ എല്ലാ ആഴ്ചയും ബൈബിൾ ക്ലാസും കൂട്ടായ്മ യോഗവും പ്രാർത്ഥന യോഗവും അപ്പം നുറുക്കുമുണ്ട്. അപ്പം നുറുക്ക് എല്ലാ ആഴ്ചയും ഉണ്ടായിരിക്കണമെന്നുള്ളത് കൃത്യമായ വചനത്തിലെ പ്രമാണമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചയും അത് ആചരിക്കുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. പറയുന്നതിന്റെ സാരം, ഈ 4 സഭായോഗങ്ങളിൽ 1-ാമത്തെ സഭായോഗമാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ബൈബിൾ ക്ലാസ്, വചന പഠനം. അപ്പോസ്തലന്മാർ എവിടുന്ന് കേട്ടതാ? അപ്പോസ്തലന്മാര് കർത്താവിൽ നിന്ന് കേട്ടതാ. കർത്താവിന് യേശുവിന് എവിടുന്നാ? യേശു എപ്പോഴൊക്കെ സംസാരിച്ചു അപ്പോഴൊക്കെ പറഞ്ഞു, ഞാൻ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങളോട് പറയുന്നു, പിതാവിൽ നിന്ന് ലഭിച്ച ഉപദേശം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പിതാവിൽ നിന്ന് കണ്ടത് നിങ്ങളെ കാണിക്കുന്നു എന്ന് പല പ്രാവശ്യം പറയുണ്ടായി. അത് യോഹന്നാൻ സുവിശേഷങ്ങളിൽ പല സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പോലും മനുഷ്യമായ നിലയിൽ പറഞ്ഞാൽ സ്വയമായിട്ടല്ല ചെയ്തത്, പിതാവിൽ നിന്ന് പ്രാപിച്ച് ചെയ്തതാണ്. അപ്പോൾ എന്തൊക്കെയാ കർത്താവ് പറഞ്ഞത്? കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ നോക്കിയാൽ, കർത്താവിന്റെ പ്രസംഗത്തിന് മധ്യേ കർത്താവ് നോഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ഉണ്ട്. നോഹയുടെ കാലത്തെ പോലെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ലോത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് വന്നാൽ പഴയ നിയമത്തിലെ ധാരാളം വാക്യങ്ങൾ കർത്താവ് കോട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം, യിരെമ്യാവിന്റെ പ്രവചനം ഒക്കെ കർത്താവ് കോട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം താൻ തന്നെ കൊടുത്ത പ്രമാണം, താൻ ഇങ്ങോട്ട് വന്നിട്ട് അതിനെ പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ആത്മീയവൽക്കരിക്കുക. ആ സമയത്ത് അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാര് കർത്താവിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അവർ ശ്രദ്ധിച്ചു. കർത്താവ് പഴയ നിയമത്തിലെ കാര്യം മുതലേ പറഞ്ഞു വരുന്നുണ്ട്, അതെല്ലാം അവർ ശ്രദ്ധിച്ചു. അതിനുശേഷം പിന്നെ അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതും കൂടെ ചേർത്ത് എഴുതി വെച്ചു. അത് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിനും മറ്റും കർത്താവ് പ്രത്യേകമായിട്ട് ചില ഉപദേശങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തു. അത് സ്നാനത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ഇങ്ങനെ പല ഉപദേശങ്ങൾ കർത്താവ് പിന്നീട് തിരുവത്താഴത്തെക്കുറിച്ചൊക്കെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അത് അവരെ രേഖയാക്കി തന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്ന
വാക്കാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം, ദ ടീച്ചിങ് ഓഫ് ദി അപ്പോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ. ഞാൻ പണ്ട് ഒരു 10-25 വർഷം മുമ്പ് വിചാരിച്ചിരുന്നത് ഈ റോമലേഖനം മുതലുള്ള ആ ലേഖനങ്ങളാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പിന്നീടാണ് വചനം പഠിച്ചപ്പോൾ അതിന്റെ ആഴം എത്രമാത്രമാണെന്ന് മനസ്സിലായത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ. വെളിപ്പാട് ദിവസം എഴുതുന്ന ആരാ? അതും ഒരു അപ്പോസ്തലനാ, യോഹന്നാനാ. അപ്പൊ ആ 66 പുസ്തകങ്ങൾ ഒന്നിച്ച് പഠിക്കുന്നതിന് പറയുന്ന വാക്കാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾക്ക് നമ്മൾ എല്ലാ പുസ്തകങ്ങളും പഠിക്കണം, എല്ലാ പുസ്തകങ്ങളും പഠിക്കണം, എല്ലാ പുസ്തകത്തിൽ നിന്ന് പഠിക്കണം. അത് സഭയിൽ പഠിക്കുന്നെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും പഠിക്കണം. അപ്പൊ സ്ഥിരമായിട്ട് എല്ലാ വിശ്വാസികളും ദൈവത്തിന്റെ വചനത്തിലെ എല്ലാ പുസ്തകങ്ങളോടും വലിയ താല്പര്യമുള്ളവരായിരിക്കണം എന്ന പറഞ്ഞതിന്റെ ആശയം. സൗകര്യം പോലെ ഏതെങ്കിലുമൊക്കെ ഭാഗം മാത്രം വായിക്കാനുള്ള താല്പര്യം കാണിക്കാതെ പുസ്തകം മുഴുവനും നമുക്ക് തന്നിട്ടുള്ളതാണ് ഈ 66 പുസ്തകവും. അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി വേണം പഠിക്കേണ്ടത് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അത് കഴിഞ്ഞാണ് കൂട്ടായ്മ ആചരിച്ചു. ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോട്ടേജ് മീറ്റിങ്ങിന് നമുക്ക് അതിനോട് താരതമ്യപ്പെടുത്താം. അതൊരു വലിയ കൂട്ടായ്മയാണ്. വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടുകാരുടെ സാക്ഷ്യം കേൾക്കാം, പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കാം, ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് കേൾക്കാം. അപ്പൊ നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം, അവരോട് കൂടുതൽ അടുത്ത് ഇടപഴകുവാൻ സാധിക്കും. അതിനുശേഷം ഒന്നിച്ചിരുന്ന് ഭക്ഷിച്ച് പാലനം ചെയ്ത് പോകുവാൻ സാധിക്കും. ഇങ്ങനൊരു വലിയ കൂട്ടായ്മ ആ നിലയിൽ അനുഭവിപ്പാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യമാണ് അപ്പം നുറുക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇതിലേത് മീറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംബന്ധിക്കുന്നേ? മൂന്നാമത്തെ യോഗത്തിനാ. ഈ ഒന്നാമത്തെ യോഗത്തിന്റെ പ്രാധാന്യം വളരെയാ. പഠിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ലഭിച്ച പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മ. കർത്താവ് എന്തു ചെയ്തു അത് നോക്കിക്കേ. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം, അതിന്റെ ഒന്നാമത്തെ അധ്യായം, 1 John chapter 1 verse 1. 1 യോഹന്നാൻ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, അവർ ഇത് എന്തു ചെയ്തു, അവർക്ക് എങ്ങനെ ലഭിച്ചു എന്ന് പറയുന്നത്. ഞങ്ങൾ വായിച്ച ആരെങ്കിലും? ആ ആ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ യോഹന്നാൻ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ ഞങ്ങൾ നേരിട്ട് പ്രാപിച്ചതാ. ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനിൽ നിന്ന് കേട്ടു, ഞങ്ങൾ അവനിൽ നിന്ന് ഭക്ഷിച്ചു, ഞങ്ങൾ അവനിൽ നിന്ന് പഠിച്ചു. ആ കാര്യം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുക. എന്നിട്ട് പറയുന്നു അതിനൊരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം അറിയാമോ? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവ് ദൈവത്തോടും അവന്റെ പുത്രനോടും. അവിടെ വായിച്ചിട്ടില്ലയോ? വാക്യമുണ്ട്, അടുത്ത വാക്യമുണ്ട്. ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പിതാവ് ദൈവത്തോടും അവന്റെ പുത്രനോടുമാണ്. എന്നിട്ട് പറയുന്നു ഞങ്ങളിത് നിങ്ങളോട് അറിയിക്കുന്ന എന്തിനാ? രണ്ടാം വാക്യം എന്താ? വേഴ്സ് 2. ആ ആ ആ ആ ആ ആ ഞങ്ങൾ കണ്ടു കേട്ട് അനുഭവിച്ചു വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അറിയിക്കുന്നു. അടുത്ത വാക്യം എന്നാ? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനോടുവാ. ആ പറഞ്ഞതിന്റെ ആശയം എന്നാ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ കേട്ടു പല കാര്യങ്ങൾ. അത് കർത്താവ് ഇവിടുന്ന് കേട്ടു, കർത്താവ് പിതാവിൽ നിന്ന് കേട്ടു. പിതാവിൽ നിന്ന് കേട്ട കാര്യം പുത്രൻ പ്രാപിച്ചിട്ട് പുത്രൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളത് പ്രാപിക്കുക മാത്രമല്ല, ലഭിക്കുക മാത്രമല്ല, ഞങ്ങളത് അനുസരിച്ചപ്പോൾ ഞങ്ങൾക്ക് കർത്താവിനോട് കൂട്ടായ്മയുണ്ട്. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ നിങ്ങളോട് പറയാ, വിശ്വാസത്തോട് പറയാ, നിങ്ങളെ അത് പഠിക്കണം, അതനുസരിക്കണം. അപ്പൊ നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ എന്തുണ്ട്? അപ്പൊ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? വചനത്തിന്റെ അടിസ്ഥാനത്തിലാ, വചനപ്രകാരമാണ്. വചനം പാലിക്കുന്നവർ തമ്മിലെ കൂട്ടായ്മയുള്ളൂ. വചനം പ്രമാണിക്കാത്തവരോട് നമുക്ക് കൂട്ടായ്മയില്ല. അതൊരു ഉപദേശമായിട്ട് കരുതിക്കൊള്ളണം. രക്ഷിക്കപ്പെട്ട സകല മനുഷ്യരോടും നമുക്ക് സ്നേഹമുണ്ട്, ബന്ധമുണ്ട്. അവർ ദൈവമക്കളാ, അവർ സ്വർഗത്തിൽ പോകും, നമ്മൾ സ്വർഗത്തിൽ പോകും.
ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ, അല്ല നമ്മുടെ ഈ മാവലിക്കുന്ന ഭാഗത്ത് തന്നെ ധാരാളം സഭാ വിഭാഗങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവരൊക്കെ ദൈവമക്കളാ. നമുക്ക് അവരോട് സ്നേഹം ഉണ്ടായിരിക്കണം, ബന്ധമുണ്ടായിരിക്കണം. നാം ഒന്ന് സ്വർഗത്തിൽ പോകേണ്ടവരാ. പക്ഷെ കൂട്ടായ്മ എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോണം. പിതാവിൽ നിന്ന് പുത്രൻ പ്രാപിച്ചത്, പുത്രനിൽ നിന്ന് അപ്പോസ്തലന്മാർ പ്രാപിച്ചത് നമ്മൾക്ക് പറഞ്ഞു തന്നു, നമുക്ക് പഠിപ്പിച്ചു തന്നു, നമുക്ക് എഴുതി തന്നു. അത് പാലിക്കുന്നവരുമായിട്ട് മാത്രമേ നമുക്ക് കൂട്ടായ്മയുള്ളൂ. ആത്മീയ കൂട്ടായ്മ എല്ലാരോടും കൂടുവാനായിട്ട് സാധിക്കത്തില്ല. ഇന്ന് പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ട്, ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. പൗരോഹിത്യമുണ്ട്. ആരായി പുരോഹിതന്മാര്? പത്രോസിന്റെ ലേഖനം വായിച്ചാൽ മനസ്സിലാവുന്നത്, രക്ഷിക്കപ്പെട്ട സകല വിശ്വാസികളും, സഹോദരിമാരാകട്ടെ സഹോദരന്മാരാകട്ടെ, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും പുരോഹിത വർഗത്തിൽപ്പെട്ടവരാ. എല്ലാവരും പുരോഹിത വർഗത്തിൽപ്പെട്ടവരാ. നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് കഴിയും, മറ്റൊരുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന വഹിക്കാനായിട്ട് കഴിയും. ഇതെല്ലാം പണ്ടത്തെ കാലത്ത് പുരോഹിതന്മാർ ചെയ്ത കാര്യമാണ്. ഇന്ന് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആ പൗരോഹിത്യമുണ്ട്. പ്രത്യേകമായിട്ട് ആർക്കും ഇല്ല, എല്ലാവർക്കും ഒരുപോലുള്ള പൗരോഹിത്യം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ യാഗമർപ്പിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു. അതിനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ മറ്റ് പല വിഭാഗങ്ങളിലും, സമുദായ വിഭാഗങ്ങളിലും, ഞാൻ പറയുന്ന വാക്ക് തെറ്റിദ്ധരിക്കരുത്, പ്രത്യേക വസ്ത്രം ധരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ഒരിക്കലും പുരോഹിതന്മാരെന്നല്ല വചനം പഠിപ്പിക്കുന്നത്, അവരെ പട്ടക്കാരെന്ന വചനം പഠിപ്പിക്കുന്നത്. പട്ടക്കാരെ, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ? ചില വർഷങ്ങൾ സമുദായത്തിന്റെ ആചാരപ്രകാരം പഠിക്കുകയും പരീക്ഷ എഴുതി പാസ്സാകുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സമുദായം കൊടുക്കുന്ന പദവിയാണ് പട്ടത്വവും പട്ടത്വ വസ്ത്രവും. എന്നാൽ ഒരു പാവി യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ദാനമായ പദവിയാണ് പൗരോഹിത്യ പദവി. നമുക്ക് വസ്ത്രമുണ്ടോ? നമുക്കും വസ്ത്രമുണ്ട്. യെശയ്യാവ് 61:10 വായിക്കുന്നത് എങ്ങനെയാണ്? നീതി എന്ന അങ്കി ദൈവം നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നു എന്ന. നീതി എന്ന അങ്കി അത് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വെച്ചിരിക്കുന്ന നീതി എന്ന അങ്കി, രക്ഷാവസ്ത്രം, അത് കാണാൻ സാധിക്കത്തില്ല. അത് ഇൻവിസിബിളാ, അദൃശ്യമാ. അതുപോലെ തന്നെയാണ് നമ്മുടെ പൗരോഹിത്യവും. നമ്മുടെ പൗരോഹിത്യം കാണുവാൻ കഴിയുന്നതല്ല, പക്ഷെ മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതാ. എന്നെ കണ്ടാലോ നിങ്ങളെ കണ്ടാലോ പുരോഹിതന്മാരാണെന്ന് പറയാമോ? ഇല്ല, കണ്ടാൽ പറയത്തില്ല. പക്ഷെ ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, ശുശ്രൂഷയിലൂടെ വേണം ആ കാര്യം ലോകത്തിന് വെളിപ്പെടുത്തുവാൻ. എന്നാൽ ഒരു പട്ടക്കാരനെ സംബന്ധിച്ചോ? പട്ടക്കാരനെ സംബന്ധിച്ച് കണ്ടാലേ അറിയാം. കാരണം എന്താ? തനിക്ക് വസ്ത്രമുണ്ട്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? അപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശ്വാസികളും പുരോഹിത ഗണത്തിൽ പെട്ടവരാ. അപ്പൊ ഞാൻ ഒരു ഉപദേശം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ധാരാളം ഉപദേശങ്ങൾ ലോകത്ത് വ്യാപിച്ചു കിടക്കുക. ആ ഉപദേശങ്ങളൊക്കെ തെറ്റായി പഠിപ്പിക്കുന്ന, ഉപദേശം തെറ്റായി പഠിപ്പിക്കുന്നവരോട് നമുക്ക് കൂട്ടായ്മയില്ല. അവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോലും ആത്മീയ കൂട്ടായ്മ നമുക്കില്ല. അവർ നിർബന്ധമായിട്ടും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടായിരിക്കണം, ബഹുമാനം ഉണ്ടായിരിക്കണം. അവർ ദൈവമക്കളാണ്, അവർ സ്വർഗത്തിൽ പോകുന്നവരാണ്, നമ്മളോട് ചെല്ലുന്നവരാ. പക്ഷെ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ അവരുമായിട്ട് ആത്മീയ കൂട്ടായ്മ പാടില്ല. ഇനി വേറെ ഉദാഹരണം പറയാം. ഞാൻ തെളിച്ചെന്ന് പറയത്തില്ല, നിങ്ങൾ മനസ്സിലാക്കി എടുത്തോണം. ഞാനും ഈ സഹോദരനും കൂടെ സാധാരണ പരിശോധനകൾക്ക് പോകാറുണ്ട്. ഞങ്ങൾ പരിശോധനത്തിൽ പോയി പ്രസംഗിക്കും. കർത്താവ് യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ജീവിക്കുന്നു. അത് വിശ്വസിച്ച് യേശുവിനെ കർത്താവെ സ്വീകരിച്ചാൽ പാപമോചനം പ്രാപിക്കാമെന്ന് ഞാനും പ്രസംഗിക്കും, അദ്ദേഹം പ്രസംഗിക്കും. ഇനി വേറൊരാള് ഞങ്ങളോട് വന്ന് ഞാനോട് പ്രസംഗിച്ചോട്ടെ ചോദിക്കുക. നമ്മൾ അദ്ദേഹത്തെ വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ല. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ശേഷം കുറച്ചാൾ കഴിഞ്ഞ് കാത്തിരുന്നിട്ട് അഭിഷേകം പ്രാപിക്കണം, എങ്കിലേ സ്വർഗത്തിൽ പോകൂ എന്ന് പറഞ്ഞാൽ അത് ഉപദേശമാണോ? സത്യമാണോ? അല്ല. പിന്നെ മേലെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റുമോ പരിശോധത്തിന്? ഇല്ല. ഞാനതാ പറഞ്ഞതിന്റെ ആശയം. മനസ്സിലായല്ലോ? കൂട്ടായ്മ എന്ന് പറയുന്നത് ഉപദേശം പാലിക്കുന്നവരുമായിട്ട് മാത്രം. അദ്ദേഹത്തെ നമുക്ക് സ്നേഹിക്കാം, അദ്ദേഹത്തെ ബഹുമാനിക്കാം, ഒരു സംശയവുമില്ല. ആ ബഹുമാന സ്നേഹം കുറയ്ക്കണ്ട. കാരണം അദ്ദേഹം ദൈവം എഴുതില്ല, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഉപദേശം പാലിക്കുന്നില്ല.
അതുകൊണ്ടാണ് സഭായോഗത്തിന്റെ ഒന്നാമത്തെ യോഗമായിട്ട് ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടായ്മ. ചുമ്മാതെ എല്ലാവരോടൊന്നും കൂട്ടായ്മ കൂടാനായിട്ട് പറ്റത്തില്ല. പറ്റിയാൽ നമ്മുടെ ആത്മജീവിതത്തെ അത് സാരമായിട്ട് ബാധിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് വചന പഠനം വളരെ പ്രാധാന്യമാണ്. ഏതൊരു പ്രാദേശിക സഭയിലും അത്യാവശ്യമായിട്ടും ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കണം, വചന പഠനം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞാണ് കൂട്ടായ്മ, അത് കഴിഞ്ഞാണ് അപ്പം നുറുക്ക്. ലിസ്റ്റിൽ വരുമ്പോൾ മൂന്നാമത്തത് അപ്പം നുറുക്ക്. അപ്പം നുറുക്ക് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 4 സഭായോഗങ്ങളാണെന്ന് പറഞ്ഞല്ലോ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ഈ 4 സഭായോഗങ്ങളിൽ അപ്പം നുറുക്ക് എന്ന സഭായോഗത്തിന് മാത്രമേ അലക്ഷ്യമായിട്ടത് കൈകാര്യം ചെയ്താൽ മരണം വരെ ശിക്ഷയായിട്ട് കിട്ടും. എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ ബൈബിൾ ക്ലാസ്സിന് അലക്ഷ്യമായിട്ട് ഇടപെട്ടാൽ ശിക്ഷ കിട്ടുമെന്ന്? ഇല്ല. കൂട്ടായ്മയോഗത്തിനോ ഇല്ല. പ്രാർത്ഥനായോഗത്തിന് വന്നിരുന്നു, ശരീരക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോന്ന് വിചാരിക്കുക, കർത്താവ് ശിക്ഷിക്കുമോ? ശിക്ഷിക്കത്തില്ല. പക്ഷേ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അതിന് ചില വ്യവസ്ഥകളുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും അത് പഠിക്കും. ആ വ്യവസ്ഥ പാലിക്കാതെയാണ് നിരന്തരം അതിൽ പങ്കെടുക്കുന്നതെങ്കിൽ ബലഹീനത ഉണ്ടാകാം, രോഗമുണ്ടാകാം, എന്നിട്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ, മനസ്സാന്തരപ്പെടുന്നില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അത്രമാത്രം കഠിനമായ ശുശ്രൂഷയാണ് അത് സഭായോഗമാണ്. അത് മൂന്നാമത്തെ ക്രമത്തിലാണ് എടുത്തിരിക്കുന്നത്. 1 വചനം പഠിക്കുക, 2 കൂട്ടായ്മ അനുഭവിക്കുക, 3 അപ്പം നുറുക്കുക. നമുക്ക് ഏറ്റവും പ്രാധാന്യം ഏതിനാ? എല്ലാവരും കൂടുന്ന ഏതിനാ? എല്ലാവർക്കും സന്തോഷം ഏതിനാ? മനസ്സിലായോ ഞാൻ പറഞ്ഞേ? ഞായറാഴ്ച നമ്മുടെ ബെഞ്ചെല്ലാം ഫുള്ളാ, കസേരയെല്ലാം ഫുള്ളാ. ഏതാണ്ട് വലിയൊരു കാര്യമായിട്ട് നമ്മൾ അതിനെ കാണുന്നത്. ഞാൻ പറയുന്നില്ല വലിയ കാര്യമല്ലെന്നേ, പക്ഷേ വചനം പഠിച്ച് ബലപ്പെടാതെ അപ്പം എന്താ, വീഞ്ഞെന്താ, ഇത് ആർക്ക് വേണ്ടിയുള്ളതാ, എന്തിനു വേണ്ടിയുള്ളതാ, ഞാൻ എങ്ങനെ സംബന്ധിക്കണം എന്നിവ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് ബോധ്യപ്പെടാതെ, ഹൃദയഭാരമില്ലാതെ, ഒരുക്കമില്ലാതെ, വിശുദ്ധിയില്ലാതെ, വിശ്വസ്തതയില്ലാതെ അപ്പം നുറുക്കുന്നെങ്കിൽ ശിക്ഷ അനുഭവിക്കും. അത് പഠിക്കണമെങ്കിൽ ബൈബിൾ ക്ലാസ്സിന് വരണം. അത് പഠിക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. മനസ്സിലായോ? അപ്പൊ ഒന്നാമത്തെ കാര്യത്തിന് താല്പര്യമില്ല, രണ്ടാമത്തെ കാര്യത്തിന് താല്പര്യമുണ്ട്. കാരണം എന്നാ? കോട്ടയത്ത് മീറ്റിംഗാ, കൂട്ടായ്മ യോഗം എന്ന് വിചാരിച്ചു. അച്ഛൻ്റെ വീട്ടിൽ പോയില്ലെങ്കിൽ അച്ഛൻ എന്താ വിചാരിക്കും? ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ വന്നില്ലെങ്കിലോ, അതുകൊണ്ട് അങ്ങ് പോകാം. അപ്പൊ പോകുന്നതിന് ഉദ്ദേശം എന്തുവാ? അപ്പൊ ഞാൻ പറയുന്നത് ഒന്നാമത്തെ ആ കാര്യത്തിന്, ബൈബിൾ ക്ലാസ്സിന്, വചന പഠനത്തിന് പ്രാധാന്യം കൊടുത്താൽ കോട്ടേജ് മീറ്റിംഗിന് പോകുന്നതോ കൂട്ടായ്മ അനുഭവിക്കുന്നതോ അച്ഛനെ ആശ്രയിച്ചല്ല, അമ്മമ്മയെ ആശ്രയിച്ചല്ല, പിന്നെ കർത്താവിന്റെ നാമത്തിലാണ് പോകുന്നത്. ആ ഭവനം എന്റെ ഭവനമാ, എന്റെ സഹോദരന്റെ ഭവനമാ. അവരുടെ വീട്ടിൽ പോകണം, കൂടി നിന്ന് കൂട്ടായ്മ അനുഭവിക്കണം, സന്തോഷിക്കണം, പ്രാർത്ഥിക്കണം, ഒന്നിച്ച് ഭക്ഷിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ പരാജയപ്പെട്ടാൽ ബാക്കി എല്ലാ കാര്യത്തിലും പരാജയപ്പെടും. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, വചന പഠനത്തിന് വ്യക്തിപരമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നന്നായിട്ട് നാം സമയം ചെലവഴിക്കണം. സഭയിൽ വിശ്വാസികളെ കൂട്ടുവരുത്തി വചനം പഠിപ്പിക്കുവാനായിട്ട് നിർബന്ധമായിട്ട് സമയം ചെലവഴിക്കണം. അത് അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. അത് ക്രമമായിട്ട് പഠിക്കുകയും വേണം. അപ്പോസ്തലന്മാരൊക്കെ ആ കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തവരാ. ഒരിക്കല് അത് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. സഭയില് വിധവമാരായ സഹോദരിമാരുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരെ പോറ്റാൻ അവർക്ക് മക്കളുമില്ല, സഹായിപ്പാൻ ആരുമില്ല. അങ്ങനെയുള്ള സാക്ഷാൽ വിധവമാര്. അവർക്ക് വേണ്ടി സഭ ഒരു ക്രമീകരണം ചെയ്തു. അവർക്ക് ആഹാരം കൊടുക്കുവാനും അവരെ പാർപ്പിക്കാനും ഒക്കെ ക്രമീകരണം ഉണ്ടാക്കി. അവിടെ ഒരു ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായി. 2 ഭാഷക്കാർ തമ്മിൽ, ഇപ്പോഴും അങ്ങനെ ആണല്ലോ, ഭാഷക്കാർ തമ്മിൽ പ്രശ്നമുണ്ടല്ലോ. 2 ഭാഷക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ആൾക്കാരെ വിളിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾ 7 സഹോദരന്മാരെ തിരഞ്ഞെടുക്കണം. അവർ സാക്ഷ്യമുള്ളവരായിരിക്കണം, ആത്മനിറവുള്ളവരായിരിക്കണം. ഇങ്ങനെ പല ക്വാളിറ്റി അവരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു അപ്പോസ്തലന്മാര്, ഞങ്ങളോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. ഞങ്ങളോ വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം അധികം ചെലവഴിക്കും. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ മനസ്സിലായല്ലോ? അവ ദേവദാസന്മാര് അവർ വചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും അധികം സമയം ചെലവഴിക്കും. എന്തിനാ? അവർക്ക് ബലപ്പെടാനും ആ ബലം സഭയിൽ പങ്കുവയ്ക്കാനും. അപ്പൊ സഭാ ശുശ്രൂഷകന്മാരും ആദ്യം ചെയ്യേണ്ടത് വളരെ വായിക്കണം, വളരെ പഠിക്കണം, വളരെ ധ്യാനിക്കണം, വളരെ പ്രാപിക്കണം. അതിനുശേഷം അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ട് വന്ന് സഭയിൽ അത് പങ്കുവെക്കണം. അപ്പോഴാണ് സഭ വളരുന്നത്. ഇതെല്ലാം ക്രമമായിട്ട് പോകണം. അങ്ങനെ ക്രമമായിട്ട് പോകുന്ന
ഒരു സഭയ്ക്ക് മാത്രമേ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം. അപ്പോൾ ഏകദേശം ഒരു ധാരണ ബൈബിൾ ക്ലാസിൻ്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം രണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യം പിന്നത്തെ കാര്യം എന്തുവാ? പ്രാർത്ഥന. അത് നാലാമത്തെ ലിസ്റ്റിലാണ് വന്നേക്കുന്നത്. സഭയ്ക്ക് പ്രാർത്ഥനയോ ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുമ്പം രണ്ടുപേർ തമ്മിൽ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കണം. ഒരിടത്തിൽ വാക്യമുണ്ട്, നിങ്ങൾ എന്തപേക്ഷിച്ചാലും കർത്താവ് അത് തരും. അങ്ങനെ വലിയ വാക്യം ഉണ്ട്, അങ്ങനെ വാക്യമുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ? വഴിയെ പോയ ഉടനെ ഒരു ആനയെ കണ്ടു, കർത്താവ് എനിക്ക് ആന വേണമെന്ന് കണ്ണടച്ചെങ്കിൽ പ്രാർത്ഥിക്കുക, കിട്ടുമോ? ഇല്ല. അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരണം. ഒന്നാമത് എന്തുവാ? വചനം പഠിക്കുക. വചനം പഠിക്കുന്നവന് കർത്താവിൻ്റെ ഹിതം മനസ്സിലാവും. വചനം പഠിക്കുന്നവന് കർത്താവ് നമ്മളോടുള്ള സ്നേഹം മനസ്സിലാക്കും. വചനം പഠിക്കുന്നവന് എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അതിനകത്തുനിന്ന് പഠിച്ചെടുക്കും. ചുമ്മാ കണ്ണടച്ച് പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ വചനം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവന് തന്നെ ഒരു പരിജ്ഞാനം ഉണ്ടാകും. ഇങ്ങനെ എല്ലാ കാര്യമൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എനിക്ക് നന്മയുണ്ടാകുന്നതും കർത്താവിന് മഹത്വം വരുന്ന കാര്യം മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ബോധ്യം വരുന്നത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള വിശ്വാസി എല്ലാം ഒന്നും പ്രാർത്ഥിക്കത്തില്ല. അവന്റെ പ്രാർത്ഥന ലക്ഷ്യം കർത്താവിന്റെ മഹത്വമായിരിക്കും, മറ്റുള്ളവരുടെ നന്മയായിരിക്കും. അതിനുവേണ്ടി മാത്രമേ പ്രാർത്ഥിക്കൂ. അലക്ഷ്യമായൊരു പ്രാർത്ഥന പോലും ഒഴിവായി കിട്ടും വചന പരിജ്ഞാനമുണ്ടെങ്കിൽ. നമ്മൾ ചിലരൊക്കെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? കഠിനമായ പ്രാർത്ഥനയാണ് ചിലരൊക്കെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ഏതാണ്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെയാ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കർത്താവിന് അറിയത്തില്ലെന്ന് മറ്റില്ല സംസാരിക്കുന്നത്. ആരാധിക്ക് സ്തോത്രം ചെയ്താൽ പോലും ചിലര് കർത്താവിന്റെ ക്രൂശ് മരണത്തെ ആ കർത്താവ് അനുഭവിച്ച കാര്യത്തെ കർത്താവിനോട് പറയാ, നീ വേദന അനുഭവിച്ചു, നിന്നെ അവർ കുത്തി. ഇത് കേൾക്കും കർത്താവ് വിചാരിക്കും, ഇവരെന്താ പറയുന്നേ, എന്തിനൊക്കെ പറയുന്നേ? അങ്ങനെയല്ല പറയേണ്ടത്. കർത്താവ്, നീ വേദന അനുഭവിച്ചതിനായി സ്തോത്രം, നീ കഷ്ടം അനുഭവിച്ചതിനായി സ്തോത്രം. നീ അനുഭവിച്ച കാര്യം കർത്താവിനെ പഠിപ്പിക്കുകയല്ല, അത് എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാം പറഞ്ഞു, തന്റെ കഷ്ടാനുഭവം എല്ലാം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അതെല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി പോലും മാറും. എപ്പോഴാ? വചനം പഠിക്കുമ്പോൾ. ഞാൻ പിന്നെ അവിടേക്ക് മടങ്ങി വരുക. നമ്മുടെ എല്ലാ കാര്യത്തിലും മാറ്റം വരുത്തണമെങ്കിൽ വചനം പഠിക്കണം. അതുകൊണ്ടാണ് കർത്താവിന്റെ ആഗ്രഹത്തെക്കുറിച്ച് പൗലോസ് ഒരു വാക്ക് പറഞ്ഞു തിമോത്തിയോസിനോട്, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. വാക്യൊന്നും എടുത്തേ. 1 Timothy chapter 4 അതിന്റെ രണ്ടാം അധ്യായം. 1 Timothy chapter 2 1 തിമോത്തിയോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്താ അതിന്റെ അർത്ഥം? സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിക്കുന്നു. ഈ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് പോരെ സ്വർഗത്തിൽ പോകാൻ? മതിയല്ലോ, മതി. പിന്നെന്തിനാ പരിജ്ഞാനം? അത് എന്ത് പരിജ്ഞാനം വേണ്ടത്? സത്യത്തിന്റെ പരിജ്ഞാനം. ഈ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും. പിന്നെ കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവല്ലോ. അപ്പോ യോഹന്നാൻ 4:14-6 പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ സത്യം. യോഹന്നാൻ 17:17 പറഞ്ഞിരിക്കുന്നത് വചനം സത്യം. അപ്പൊ കർത്താവ് പറയുക, എനിക്ക് രണ്ടാഗ്രഹമുണ്ട്. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, അത് സ്വർഗത്തിപ്പാന. പിന്നെ ആ രക്ഷ പ്രാപിച്ചവരെല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തണം. അതെന്തിനാ ചോദിച്ചാൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം യോഗ്യമായി ജീവിപ്പാനാണ്. പരിജ്ഞാനം, അറിവ്, ജ്ഞാനം എന്നൊക്കെ പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ? നമ്മൾ ചിലരോട് സംസാരിക്കും, പുള്ളിക്കൊന്നും അറിയത്തില്ല, പറയത്തില്ലയോ? അത് ആത്മീയകാര്യമാകട്ടെ ഭൗതികകാര്യമാകട്ടെ, അറിവില്ലായ്മ എന്ന് പറയുന്നത്, പരിജ്ഞാനമില്ലായ്മ എന്ന് പറയുന്നത് ലോകത്തിൽ പോലും ഒരു കുറഞ്ഞ കാര്യമാണ്. ന്യായമായ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം, പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അതെന്തുവാ? സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ, 1, കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരണം. 2, വചനം സത്യമാ, വചനത്തിന്റെ പരിജ്ഞാനം നമ്മൾ വളരണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭൂമിയിലെ നമ്മുടെ മെച്ചമായ ആത്മീയ ജീവിതം.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയാം. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും, 1. 2, സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്താനും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മുടെ വചന പരിജ്ഞാനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ മെച്ചമായ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും വചന പഠനം വേണം. നമ്മൾ അടുത്ത ആഴ്ച മുതൽ ദൈവം അനുവദിച്ച ഒരു പ്രത്യേക വിഷയമോ എന്ത് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അത് ക്രമമായിട്ട് നമ്മൾ പഠിക്കുമ്പം അത് നോട്ട് ചെയ്യുക, വീട്ടിൽ പോയിട്ട് പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ അപ്പോഴോ പിന്നീടോ എപ്പോഴെങ്കിലും ചോദിക്കുക. അങ്ങനെ വ്യക്തമാക്കുക. കേട്ടിട്ട് പോകുന്നതായിട്ട് മാത്രം ഇരിക്കാതെ കാര്യങ്ങൾ പഠിച്ച് അത് പ്രയോജനപ്പെടണം. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത നോക്കാം. 119 സങ്കീർത്തനം 89 വാക്യം വായിക്കാം. സാംസ് 119 വേഴ്സ് 89. 119, 89. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാണ്. സെറ്റിൽഡ് ഇൻ ഹെവൻ ഫോർ എവർ. അത് സ്വർഗം എന്നാ ഉണ്ടായത് അറിയത്തില്ല, എനിക്കറിയത്തില്ല. ബൈബിൾ എന്താ വെളിപ്പെടുത്തുന്നത്? ആദിയിൽ ദൈവം. അപ്പൊ ദൈവം എവിടാ? സ്വർഗത്തിലാ. അപ്പൊ ആദ്യ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടായിരുന്നവനാ. ദൈവത്തിന് ആരംഭമില്ല, അവ സ്വർഗത്തിലും ആരംഭമില്ല. അപ്പൊ അന്ന് തുടങ്ങിയതാണ് ഈ വചനം. അന്ന് മുതൽ എവിടെ ഉണ്ട് ഇത്? അന്ന് മുതൽ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാ, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാ. അപ്പൊ നമ്മൾ വായിക്കുന്ന വചനം, നമ്മൾ കേൾക്കുന്ന വചനം, നമ്മൾ ബൈബിൾ ക്ലാസ്സിന് പോവാ, ഞങ്ങൾ ബൈബിൾ വായിച്ചു എന്തൊക്കെ പറയുമ്പോൾ ലളിതമായിട്ട് പറയരുത്. ദൈവം ഉണ്ടായിരുന്നവനാ. അന്നേ ഉണ്ടായിരുന്ന സ്വർഗം. ആ സ്വർഗത്തിൽ ദൈവം സ്ഥിരമായിട്ട് വെച്ചിരുന്ന വചനമാണ് സമയാസമയത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഓരോരുത്തർ മുഖാന്തരം, ഓരോ സംഭവങ്ങൾ മുഖാന്തരം. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രമുഖാന്തരം അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ കർത്താവ് ദൈവം പല മാധ്യമങ്ങളിലൂടെ അരുളി ചെയ്തത് അത് അന്ന് സ്ഥിരമായിരുന്ന വചനമാണ്. അപ്പൊ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തോണം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം എനിക്ക് സമയത്ത് എന്നെ ബോധ്യപ്പെടുത്തി തന്നതാ. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് നമ്മുടെ മനോഭാവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വാക്യം ഞാൻ പറയാം. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. വചനം എവിടെ ഇരിക്കുന്നതാ? സ്ഥിരമായിട്ടിരിക്കുന്നതാ. സമയത്ത് നമ്മളെ അത് കേൾപ്പിക്കും. അപ്പൊ നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ എവിടെ ഇരുന്നാ കേൾക്കുന്നേ? പാദപീഠത്തിരിക്കുന്ന കേൾക്കുന്നേ. മനസ്സിലായോ? ഞാൻ ഇവിടെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും മറ്റെവിടെ ആണെങ്കിലും ബൈബിൾ വായിക്കാനായിട്ട് തുറന്നിരിക്കുമ്പോൾ തന്നെ ഓർത്തോണം, ഞാൻ ഇരിക്കുന്നത് കർത്താവിന്റെ പാദപീഠത്തിങ്കിലാ. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ അത് ഗൗരവത്തോടെ, ഭയത്തോടെ, ഭക്തിയോടെ വായിക്കാൻ സാധിക്കൂ. നമ്മൾ ഇത്രയും പ്രാധാന്യം വചന പഠനത്തിനോ ബൈബിൾ വായനയ്ക്കോ കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കൊരു ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകാത്തത്. നമ്മളങ്ങ് വായിക്കുക. എന്തിനു വായിക്കുന്നത്? ഞാൻ വിശ്വാസി അതുകൊണ്ട് വായിക്കുന്നു. അങ്ങനെ മതിയോ? അങ്ങനെ പോരാ. ഈ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഞാൻ വായിക്കാൻ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന പിതാവിന്റെ കാല് താഴെയാ. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി ഞാൻ അവന്റെ പാദോർത്തിരിക്കുന്ന വായിക്കുന്നതും കേൾക്കുന്നതും. നമുക്കറിയാമല്ലോ, മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഭവനത്തിൽ യേശു ചെന്നു, ശിഷ്യന്മാർ ചെന്നു. മാർത്ത ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ ബിസിയായിരുന്നു. മറിയയോ പാദപീഠത്തിരിക്കുന്നു, വചനം കേൾക്കുക. രണ്ടും ആവശ്യമാണ്, ആയിക്കോട്ടെ. പക്ഷെ കർത്താവ് ഏതിനെയാ പുകഴ്ത്തിയത്? മറിയുടെ കാര്യത്തിലാ. അല്പം മതി. നീ പല കാര്യത്തിൽ വ്യാകുലപ്പെട്ടു, ഒന്ന് മതി, അല്പമായിട്ടുള്ളത് മതി, അത് ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ മറിയെ സംബന്ധിച്ച് പാദപീഠത്തിരിക്കുന്ന ആ താല്പര്യത്തോടെയാണ് അവൾ ഇരുന്നത്. അതിന് നന്മ അവൾ അനുഭവിച്ചു. ഇത് നമുക്ക് അത്യാവശ്യമായിട്ടും ഉണ്ടായിരിക്കണം. മാത്രമല്ല, ദൈവം സമയത്താ വചനം അയക്കുന്നത്. ഒരു വാക്യം വായിച്ചേ, ഐശയ്യാ 55, യെശയ്യാവ് 55, യെശയ്യാവ് 55ന്റെ 10-11 വാക്യം. ദൈവം വചനം നമ്മളെ അറിയിക്കുന്നതും അയക്കുന്നതും ഒക്കെ എപ്പോഴാ, എന്തിനാന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഐശയ്യാ 55, 55ന്റെ 10-11. മഴയും ഹിമവും വിളയിക്കുന്നത് പോലെ പിന്നെ മനസ്സിലായോ?
കർത്താവ് ഭൂമിയിലേക്ക് മഴ അയക്കുന്നത്, മഞ്ഞ് അയക്കുന്നത് ഭൂമിയെ നനച്ചിട്ട് അതിൽ നിന്ന് ഫലമുണ്ടാകാനാ, ജനങ്ങൾക്ക് കഴിക്കാൻ. അത് ഫലമില്ലാതെ വരത്തില്ല. അതുപോലെ ഞാൻ എന്റെ വചനം അയക്കുന്ന വചനത്തിന് സമയാസമയം അയക്കും. ആർക്ക് അയച്ചു കൊടുക്കണമോ, ആരോട് സംസാരിക്കണമോ, എങ്ങനെ സംസാരിക്കണമോ എന്ന് ചിന്തിക്കുന്നുള്ളൂ അതിനെക്കുറിച്ച്. അത് വരുമ്പോൾ അത് ഫലമില്ലാതെ മടങ്ങി വരത്തില്ല. കർത്താവ് അയക്കുന്ന വചനം അതിന്റെ പർപ്പസ് നിവർത്തിക്കാതെ, ഉദ്ദേശം നിവർത്തിക്കാതെ, ഫലമില്ലാതെ മടങ്ങി വരത്തില്ലെന്ന് കർത്താവ് ഉറപ്പായിട്ട് പറയാ. അതെങ്ങനെ ഉറപ്പായിട്ട് പറയുന്നേ? കർത്താവ് വചനം ഇങ്ങോട്ട് അയക്കുമ്പോൾ അതിന് ഫലം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അതിന് പ്രതികരിക്കണം വേണ്ടവണ്ണം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? രക്ഷയെക്കുറിച്ചൊരു വാക്യമുണ്ട് തീത്തോസ് ലേഖനത്തിൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ഉദിച്ചു എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ? സാധാരണ സൂര്യനെ കുറിച്ചാ. സൂര്യൻ ഉദിക്കുന്ന ആർക്ക് വേണ്ടിയാ? സൂര്യൻ ഉദിക്കുന്ന ആർക്ക് വേണ്ടിയാ? നമുക്കെല്ലാവർക്കും വേണ്ടിയാ. നമ്മൾ ചില ആൾക്കാരെ കംപ്ലീറ്റ് കതവും ജനലും ഒക്കെ അങ്ങ് അടച്ച് പൂട്ടി കർട്ടനും ഒക്കെ ഇട്ട് വെളിയിലോട്ട് ഇറങ്ങത്തില്ല. എനിക്ക് ചൂടും വേണ്ട, വെളിച്ചം വേണ്ട. കിട്ടുമോ? കിട്ടത്തില്ല. നമ്മൾ നമ്മുടെ ചെടിക്കൊക്കെ അങ്ങ് മറച്ചു കെട്ടി, ഈ ചെടിക്കൊന്നും ചൂട് അടിക്കണ്ട, ഒന്നും വേണ്ട, പ്രകാശം വേണ്ട, ചെടി വളരുമോ? ശരിക്ക് വളരത്തില്ല. എല്ലാവർക്കും വേണ്ടി ഉദിച്ചു നിൽക്കുവോ സൂര്യൻ? ആരൊക്കെ പ്രതികരിക്കുന്നുവോ അവർക്ക് മാത്രമേ ചൂട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, അവർക്ക് മാത്രമേ വെളിച്ചം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യരോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ആരൊക്കെ പ്രതികരിക്കുമോ, റെസ്പോണ്ട് ചെയ്യുമോ അവർക്ക് മാത്രം നന്മയുണ്ടാകും. അതാ പറഞ്ഞത്, ഞാൻ അയക്കുന്ന വചനം പ്രവർത്തിക്കാതെ ഫലമുണ്ടാകാതെ മടങ്ങി വരത്തില്ല. ദൈവത്തിന്റെ ആഗ്രഹം അതാ. പക്ഷെ നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലോ? ഞങ്ങൾ ഈ സുവിശേഷം പറഞ്ഞ വീടുകളിലൊക്കെ പോകുന്നവരാണല്ലോ. എന്റെ ദൈവം എന്തെല്ലാം കേൾക്കുന്നറിയോ ഓരോ ദിവസം പോകുമ്പോഴേ. ഒരു പ്രതികരണവുമില്ല. മുഖത്ത് നോക്കി പറഞ്ഞുകളവാ പുസ്തകം തെറ്റാ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു വില കൊടുക്കാൻ സംസാരിക്കും ആൾക്കാരെ. അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും അതിനുണ്ടാകുന്ന റിസൾട്ട്? പ്രാർത്ഥിക്കാം നമുക്ക് ദൈവം പ്രവർത്തിക്കേണ്ടതിനായിട്ട്. അപ്പൊ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ വചനം അയക്കും, സമയാസമയം അയക്കും. നമ്മളതിനെങ്ങനെ പ്രതികരിക്കണം? നന്നായി പ്രതികരിക്കണം, പോസിറ്റീവായി പ്രതികരിക്കണം. എങ്കിൽ മാത്രമേ നന്മയുണ്ടാവും. ഞാൻ അതിന്റെ 2-3 ഉദാഹരണങ്ങൾ പറയാൻ പോകാം. അപ്പൊ മനസ്സിലാവും എങ്ങനെ വചനം വരുന്നുള്ള കാര്യം. ഒന്ന്, അബ്രഹാമിന്റെ കാര്യം അറിയാമല്ലോ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, 7 വരെയല്ലേ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ചാർച്ചക്കാരെയും പ്രതിഭവനത്തെയും സ്വദേശത്തെയും വിട്ട് പുറപ്പെട്ട് പോവുക. അബ്രഹാം അതുപോലെ കേട്ടു. അതുപോലെ കേട്ടപ്പം ദൈവത്തെ അറിയാമോ അബ്രഹാമിനെ? ഇല്ല. മീറ്റിങ്ങിന് പോകുന്ന ആളാണോ? ബൈബിളുള്ള കാലമാണോ? സഭയുണ്ടോ? ഒന്നുമില്ല. അതുപോലെ കേട്ടങ്ങ് പോയി. അന്ന് അബ്രഹാം ആരാണെന്നറിയാമോ? ശരിയാ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ യോശുവ പറയുന്നു, നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ പിതാക്കന്മാരോട് കൂടെ നദിക്കക്കരെ വിഗ്രഹങ്ങളെ ആരാധിച്ച കാലത്ത് ദൈവം സംസാരിച്ചു. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോണം. അബ്രഹാമിന്റെ ദൈവം സംസാരിച്ചത് അബ്രഹാം വിഗ്രഹത്തെ ആരാധിക്കുമ്പോഴാണ്, ഒരു ഐഡൽ വർഷിപ്പർ ആയിരിക്കുമ്പോഴാണ് അബ്രഹാം പ്രതികരിച്ചു. ഇന്നും നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. മോശയോട് സംസാരിച്ച് എപ്പോഴെന്നറിയാമോ? 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ സൂക്ഷ്മമായിട്ട് കഴിച്ചു കുടിച്ച് ജീവിച്ചു, എല്ലാ വിദ്യ അഭ്യസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു മുസ്ലിമിനെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് മിദ്യാനിൽ ചെന്നു. 40 വർഷം അവിടെ ആടുകളെ മേയിച്ചു. 80 വയസ്സായി. കഷ്ടതയുടെ പാരമ്പര്യത്തിൽ കടന്നുപോയി. ആരും സഹായിപ്പാനില്ല. ഒറ്റ ഇസ്രായേലിനെ അവിടെ അടുത്തില്ല. താൻ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ, ആടിനെ മേയിച്ചിരിക്കുമ്പോൾ ദൈവം അവിടെ ഒരു മുൾപ്പടർപ്പ് കത്തുന്നതായിട്ട് അവനെ കാണിച്ചു കൊടുത്തു. പർവ്വതത്തിന് മുകളിൽ മുൾപ്പടർപ്പ് കത്തുന്നു. പക്ഷെ അത് കത്തിപ്പോകുന്നില്ല, വെന്തു പോകുന്നില്ല. ഈ കാഴ്ച കാണാൻ അടുത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നു, മോശേ മോശേ എന്ന് വിളിക്കുന്നു. അവൻ പറഞ്ഞു, ഇതാ അടിയൻ ഇതാ എന്ന് പറഞ്ഞു. സംസാരിച്ചു. മോശെ സംസാരിച്ചപ്പോഴാ? ആരുമില്ലാതിരിക്കുമ്പോൾ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഏകാന്തതയിലിരിക്കുമ്പോൾ, കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, 80 വയസ്സായപ്പോൾ മോശയോട് സംസാരിച്ചു. ദൈവം സംസാരിക്കുമോ? സംസാരിക്കും. യോശുവയോട് സംസാരിച്ചപ്പോഴാ? ഒന്ന് വായിച്ചേ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. എല്ലാം അറിയാവുന്നതുകൊണ്ട് വായിക്കാതെ പോയെന്നുള്ളതേ ഉള്ളൂ. യോശുവ 1:1 വായിച്ചേ. മതി. അപ്പൊ യോശുവ സംസാരിച്ചപ്പോഴാ? മോശ മരിച്ചപ്പോ.
മോശ മരിച്ചപ്പം യോശുവ വിചാരിച്ചു കാണോ, അയ്യോടാ നേതാവ് അങ്ങ് മരിച്ചു, ഇനിയിപ്പോൾ എങ്ങനെ കാര്യങ്ങൾ, ഇവരെ കൊണ്ട് പോകണം, എന്നൊക്കെ അറിയത്തുമില്ല, ഞാൻ ചെറുപ്പക്കാരനാ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ദൈവം പറഞ്ഞ എന്തുവാ, എൻ്റെ ദാസനായ മോശ മരിച്ചു, നീ എന്ത് ചെയ്യണം, ഈ ജനങ്ങളെ കൊണ്ട് പോകണം. മോശ മരിച്ചപ്പോഴും കർത്താവ് മരിക്കുന്നില്ല, വചനം മരിക്കുന്നില്ല, ശുശ്രൂഷ മരിക്കുന്നില്ല, വേറൊരാളെ ഏൽപ്പിക്കും. ഞാൻ പറഞ്ഞ സാരം, അബ്രഹാം ശബ്ദം കേട്ടത് വിഗ്രഹാരാധി അയക്കുമ്പോൾ, മോശയോട് ദൈവം സംസാരിച്ചത് തനിയായിരിക്കുമ്പോൾ, കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ, എങ്ങനെ മുമ്പോട്ട് ഒന്നും അറിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ മുൾപ്പടർപ്പ് നിന്നുകൊണ്ട് സംസാരിച്ചു. യോശുവോട് സംസാരിച്ചത് മോശ മരിച്ച ശേഷം തൻ്റെ നിസ്സഹായ സമയത്ത് യോശുവോട് സംസാരിച്ചു. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ ഒരു നിക്കോദിമോസ് കർത്താവിന്റെ അടുത്തേക്ക് വന്നു. നിക്കോദിമോസ് ആരാ അറിയാമല്ലോ, ആരാ? പരീശൻ, യഹൂദൻ, പ്രമാണി, പള്ളി പഠിപ്പിക്കുന്നവൻ, പ്രായമുള്ള മനുഷ്യൻ. ഇത്രയും പ്രത്യേകതയുണ്ട്. അതിനെ കൂടി ചേർത്ത് പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, ഒരു ഭക്തനായ മനുഷ്യൻ. പള്ളി പഠിപ്പിക്കുന്ന ആളാ, ഭക്തനായ മനുഷ്യൻ. അവൻ വിചാരിച്ചിരിക്കുന്നത് എന്നെപ്പോലെ ഭക്തൻ ആരുമില്ല. അവനും വന്നു കർത്താവിൻ്റെ അടുത്ത്. കർത്താവ് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ വീണ്ടും ജനിക്കാതെ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. അപ്പൊ അവനോട് സംസാരിച്ചു. ആരോട് സംസാരിച്ചത്? ഭക്തനോട് സംസാരിച്ചു. അബ്രഹാം ആരായിരുന്നു? വിഗ്രഹാരാധി. നിക്കോദിമോസ് ആരായിരുന്നു? ഭക്തൻ. ഭക്തൻ ധരിച്ചിരുന്നവൻ, ഭക്തനെന്ന് ധരിച്ചിരുന്നവൻ. അവനോട് സംസാരിച്ചു. ഇവരെല്ലാം ഗുണപ്പെട്ടു കേട്ടോ, ഇവരെല്ലാം ഗുണപ്പെട്ടു. അടുത്ത അധ്യായം വായിക്കുമ്പോൾ ഒരു ശമരിയക്കാരി സ്ത്രീ, 4-ാം അധ്യായം, നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്നിരിക്കുക. അന്നത്തെ രീതി അനുസരിച്ച് രാവിലെയോ വെയിൽ ഉദിക്കുന്നതിന് മുമ്പോ വൈകിട്ട് വെയിൽ അസ്തമന ശേഷമാണ് സാധാരണ സ്ത്രീകൾ ഒന്നിച്ചു വന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുന്നത്. കാരണം അവിടെ ഇന്നത്തെ പോലുള്ള കിണറൊന്നും അല്ലല്ലോ, അവിടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇറങ്ങി ചെന്നിട്ടാണ് വെള്ളം കോരി കയറി വരുന്നത്. അപ്പം ആൾക്കാരെ ഒന്നിച്ചു നിന്ന് സഹായിച്ചാണ് വെള്ളം കോരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സ്ത്രീ മാത്രം ഉച്ചയ്ക്ക് വന്ന് വെള്ളം കോരാൻ, അതിന് കാരണമുണ്ട്. അവൾക്ക് അങ്ങനെ ജീവിക്കാനാണ് താല്പര്യം, പരസ്യമായിട്ട് നിൽക്കാനുള്ള ആഗ്രഹമില്ല. അവൾ ആരും എന്നെ കാണലേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ്. അവിടെ ആര് വന്നു? കർത്താവ്. വെള്ളം ചോദിച്ചു, സംസാരമായി, അവിടെ രക്ഷിക്കപ്പെട്ടു. ആ ദേശക്കാർ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഏകാന്തത ആഗ്രഹിക്കുന്ന, ആരെയും കാണാൻ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീ, അവളോടും സംസാരിച്ചു. 4-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ ആരെന്നറിയാമോ? 38 വർഷമായിട്ട് കുളക്കര കിടക്കുന്ന ഒരു മനുഷ്യൻ, ആരുമില്ല. അവൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സാർ, ഐ ഹാവ് നോ മാൻ. അങ്ങനെ പറഞ്ഞേക്കുന്നത്. യജമാൻ, എനിക്ക് ആരുമില്ല. ആരുമില്ലാതെ 38 വർഷമായിട്ട്. പക്ഷെ അവന്റെ പ്രതീക്ഷ കൈപിടിഞ്ഞില്ല. 38 വർഷമായിട്ട് അവനോട് കിടക്കുക. എത്ര പേര് സൗഖ്യമായി പോയെന്നറിയാം, കുളത്തിൽ ചാടിയോ കുളത്തിൽ വീണോ ഒക്കെ. അവൻ അതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും അവനോട് കിടന്നു. അവനോടും സമയത്ത് വന്ന് കർത്താവ് സംസാരിച്ചു. എൻ്റെ അത് അവിടെ അവസാനിപ്പിക്കുക. ഒരു ഐഡിയ കിട്ടിയല്ലോ. ഏത് സാഹചര്യത്തിലും ദൈവം സംസാരിക്കും. വീട്ടിലാണ് സംസാരിക്കും, യാത്രയിലാണ് സംസാരിക്കും, ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് സംസാരിക്കും, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ സംസാരിക്കും, സമ്പത്തുള്ളപ്പോഴേ, ദാരിദ്ര്യമുള്ളപ്പോഴേ, പഠിക്കുമ്പോഴേ, ജോലി ചെയ്യുമ്പോഴേ, ഏത് സാഹചര്യത്തിലും കഷ്ടതയിലും അല്ലാത്ത സമയത്തും ഒക്കെ ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. വേണം. ഞാൻ ഒരു കാര്യം പറയാം, അത് തമാശയായിട്ട് എടുക്കരുത്, അതിന് വളരെ ഗൗരവത്തോടെ എടുക്കണം. കേട്ടാൽ തമാശയാണെന്ന് തോന്നും. നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണല്ലോ. മൊബൈൽ ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. കമ്മ്യൂണിക്കേഷൻ വെച്ചാൽ ആശയവിനിമയം നടത്താനാണ്, അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് കേൾക്കാനും ഒക്കെയാണ്. അപ്പോൾ ആ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം, ചില ശബ്ദങ്ങൾ ഞാൻ ഇപ്പം ചിന്തിച്ച വചന പഠനത്തോടെ താരതമ്യപ്പെടുത്തി പറയാൻ പോവുകയാണ്. നമ്മളൊരു ഫോൺ കോൾ ചെയ്യുമ്പം നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. കേട്ടില്ലയോ? കർത്താവ് ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മളോട്. രോഗമാണെങ്കിലും നന്മയാണെങ്കിലും കഷ്ടമാണെങ്കിലും യാത്രയാണെങ്കിലും അടുക്കളയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും പരിധിക്ക് പുറത്താണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങളാണ്. നമ്മളെല്ലാം ഒതുക്കി വെച്ചിട്ട് ശാന്തമായിട്ട് വായിക്കാൻ പഠിക്കാനൊക്കെ ഇരിക്കുന്നവരാ. അത് നല്ല കാര്യമാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കർത്താവ് ഏത് സമയം സംസാരിക്കും. നീ കുക്ക് ചെയ്യുമ്പോൾ, ആഹാരം പാചകം ചെയ്യുമ്പോൾ നിനക്കൊരു അപകടം ഉണ്ടാകാമായിരുന്നു. അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പെട്ടെന്ന് ആരുടെ വഴിയാതെ അതിലൂടെ സംസാരിക്കുക കർത്താവ്. ആ സംസാരിക്കുന്ന കാര്യം ബോധ്യപ്പെടണം. അതിന് പകരം ഞാൻ ബുദ്ധിപൂർവ്വം ചെയ്തത് കൊണ്ട് കൈപൊള്ളിയില്ല എന്ന് പറയാമോ? ഇല്ല. കർത്താവ് സംസാരിക്കുന്നതിന് ഒരു പരിമിതിയുമില്ല, താൻ സംസാരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ പരിധിക്ക് പുറത്താണ്.
ഇവിടെ കിരണങ്ങൾ, നമുക്കറിയാമല്ലോ ചരിത്രം, കിരണങ്ങളുണ്ട്, ശബ്ദ തരംഗങ്ങളുണ്ട്. ആ ശബ്ദ തരംഗങ്ങൾ കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമേ മൊബൈലിനകത്ത് അത് ശബ്ദമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയാമല്ലോ ക്ലിയർ അല്ല, അപ്പോൾ എന്ത് ചെയ്യും? അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും. മാറി നിൽക്കണം, കേൾക്കണമെങ്കിൽ മാറി നിൽക്കണം, അടുത്ത് നിൽക്കണം. അത് ഒന്നാമത്തെ കാര്യം. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ കർത്താവ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പരിധിക്ക് പുറത്താണെങ്കിൽ അത് കുഴപ്പമാണ്, വേണ്ടതുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല. പിന്നെ കേൾക്കുന്ന ശബ്ദം എന്നറിയാമോ? നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ മറ്റൊരു കോളില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? കർത്താവ് സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല. എനിക്ക് പല കാര്യം കേൾക്കാനുണ്ട്, കാണാനുണ്ട്, വായിക്കാനുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് തമാശയായിട്ട് എടുക്കരുത്, ഗൗരവമായിട്ട് എടുക്കണം. ഇത് ലോകത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണെങ്കിലും വാസ്തവമാണ്. മറ്റൊരു കോളിലാണെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, നമ്മൾ പലപ്പോഴും ആളെ വിളിക്കുന്ന അത്യാവശ്യ കാര്യം പറയാനായിരിക്കും. അപ്പോഴത് കേൾക്കുന്നത് മറ്റൊരു കോളിലാണ്. കർത്താവിന് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയേണ്ടി പോകും, പറയും, അറിയിക്കേണ്ടത് അറിയിക്കും. അപ്പൊ ഞാൻ മറ്റൊരു കോളില്ല, ഞാൻ ബിസിയാ. കർത്താവിന് ഞാൻ മാത്രമേ ഉള്ളൂ? അല്ല, കർത്താവ് അത് ഉടനെ തന്നെ അടുത്ത ആളിനെ ഏൽപ്പിക്കും. അപ്പൊ എനിക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടരുത്. മൂന്നാമത് കേൾക്കുന്ന ശബ്ദം ഉണ്ടെന്നറിയാമോ? നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ പ്രതികരിക്കത്തില്ല. സഹോദരന്മാരങ്ങനെ, നമ്മൾ സഹോദരന്മാരോട് ചോദിക്കുക, സഹോദരൻ എങ്ങനെയുണ്ട്? ക്ഷമമായിട്ടിരിക്കുന്നു? വാ തുറക്കത്തില്ല, പലരും പ്രതികരിക്കുന്നില്ല. എന്താ കാരണം അറിയാമോ? ആദ്യത്തെ രണ്ട് കാര്യത്തിൽ പരാജയപ്പെട്ടു. ഒന്ന്, പരിധിക്ക് പുറത്ത് ജീവിച്ചു. രണ്ട്, മറ്റൊരു കോളി ബിസി ആയിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ കാണുമ്പോൾ പ്രതികരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുക കാര്യങ്ങൾ. ഒന്നാമത്തെ പരാജയപ്പെട്ടാൽ രണ്ടാമത്തേൽ പരാജയപ്പെടും, മൂന്നാമത്തേൽ പരാജയപ്പെടും. പ്രതികരിക്കാത്ത അതുകൊണ്ടാ. പ്രതികരിക്കണം, വാദം സംസാരിക്കണം, ചിരിക്കണം, ഇടപെടണം, ബഹുമാനിക്കണം, കരുതണം. അത് കരുതണമെങ്കിൽ ഒന്നും രണ്ടും കാര്യത്തിൽ വിജയിക്കണം, ഇല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യത്തിൽ പ്രതികരിക്കാതെ വരും. ഈ 4 തവണ കൂടെ ഉണ്ട്. അത് ദുഃഖകരമായിരിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ സ്വിച്ച് ഓഫാന്ന്. മീറ്റിങ്ങിന് വരുന്നില്ല, പിന്നെ തിരക്കി പോണം. ഞാനിത് പറഞ്ഞല്ലോ, ഇത് ഞാൻ ചിന്തിച്ചപ്പം ഇവിടെ പറയാൻ തന്നെ എനിക്ക് പ്രേരണ കിട്ടി. ഇതൊരു കൊച്ചു കാര്യമല്ല. ലോകത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളിലൂടെ നമ്മൾ അതിന്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാനീ പറഞ്ഞത് ശരിയല്ലേ? പലപ്പോഴും നമ്മുടെ മൊബൈലിൽ സംഭവിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മടങ്ങി വരാൻ സമയമായി. കർത്താവിന്റെ വചനത്തിന്റെ തരംഗങ്ങള് ഭൂമിയിലെപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. 24 മണിക്കൂർ. എനിക്ക് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ ചെവി ഓർത്താൽ മാത്രം മതി. അവനത് നമ്മളെ കേൾപ്പിക്കും. ഒരു പാട്ട് ആരെങ്കിലും പാടുമ്പോഴായിരിക്കും, വീട്ടിൽ ഒരു മാസിക അങ്ങോട്ട് തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരു വാക്യം നമുക്ക് ആകർഷണമായി തോന്നുന്നത്. അറിയാമോ? നമ്മൾ ചിലപ്പോൾ മൊബൈൽ അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോൾ കേൾക്കുന്നൊരു പാട്ടായിരിക്കും, ഒരു മെസ്സേജിന്റെ ആദ്യത്തെ വാക്യമായിരിക്കും, ആരെങ്കിലും അയച്ചു തരുന്നൊരു വാക്യമായിരിക്കും. എന്തു ആകട്ടെ, കർത്താവ് നമ്മളോടിങ്ങനെ എപ്പോഴും വചന തരംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. വചന തരംഗങ്ങൾ ഒരു പരിമിതിയുമില്ലാതെ അത് കേൾക്കുവാൻ ഞാൻ നിങ്ങളും താല്പര്യപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു, ആത്മജീവിതം മെച്ചപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വരുന്ന പോലെ വരും, പാട്ട് പാടും, അപ്പം നോക്കും, സ്തോത്രാശയിടും, പോകും, പിന്നെയും വരും, പാട്ട് പാടും, അപ്പം നോക്കും, സ്തോത്രാശയിടും. ഇതിങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ട് കാര്യമായ ആത്മീയ നന്മയൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ പലരോട് ചോദിച്ച ചോദ്യമുണ്ട്. 10, 30, 40 വർഷം ഈ അപ്പത്തിൽ നിന്ന് പങ്കെടുത്താലും വീഞ്ഞൊരുസിപ്പ് കുടിച്ചാലും ഈ 2 കാര്യം ചെയ്യുന്നത് കൊണ്ട് എത്രമാത്രം ആത്മീയ അഭിവൃദ്ധി ഉണ്ടാവും? ചിന്തിച്ചിട്ടുണ്ടോ? ഇത് രണ്ടും നമുക്ക് ആത്മീയ വളർച്ച തരുന്ന ഒരു ഘടകമല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? അതെന്താന്ന് ആദ്യം മനസ്സിലാക്കണം. ഈ അപ്പം എന്താ, ഈ വീഞ്ഞ് എന്താ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്, ഇതാരെ ഓർക്കേണ്ടതാ, ഞാൻ അത് പങ്കെടുക്കുന്നതിന് മുമ്പ് എങ്ങനെ ജീവിക്കണം, ഈ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. അത് പഠിക്കണം. അത് പഠിക്കുമ്പം നമ്മൾ തന്നെ അതിനുവേണ്ടി അങ്ങ് ഒരുങ്ങും. ഞങ്ങളുടെ സഭയിൽ സഹോദരൻ പറയും, തിങ്കളാഴ്ച മുതൽ ഒരുങ്ങിക്കോണം ഞായറാഴ്ചത്തേക്ക് അപ്പം തുറക്കാനെന്ന്. എല്ലാ ആഴ്ച ഉറപ്പിക്കും. അങ്ങനെ ന്യായമായ കാര്യമാണ് അത്. തിങ്കളാഴ്ച മുതൽ അതിനുവേണ്ടി ഒരുങ്ങും. അങ്ങനെ ഒരുങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആത്മാവിൽ
ബലപ്പെടുന്നത്, വളരുന്നത്. അല്ല അപ്പം തിന്നുന്നതുകൊണ്ടല്ല, വീഞ്ഞു കുടിക്കുന്നുണ്ടല്ല. അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് എന്നെയും നിങ്ങളെയും ആത്മാവിൽ ബലപ്പെടുത്തുന്നത്, വിശ്വസ്തതയിൽ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ചത് വചനത്തിന്റെ പ്രത്യേകതയാണ്. വചനത്തിന്റെ പ്രത്യേകത ഇത്രമാത്രമുണ്ട്. അതുകൊണ്ട് അതിനെ ലാഘവമായിട്ട് കാണരുത്. സൗകര്യം കിട്ടുമ്പോൾ വായിക്കാൻ